ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരു പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ക്ലാസ് ഒന്നും ചെയ്യാറില്ല. ഏകദേശം ഒരു 2 മാസത്തോളം സമയമായി എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പഠനവുമായിട്ട് ഞാൻ ഇച്ചിരി ബിസി ആയിരുന്നു. അതുമാത്രമല്ല, ചെറിയൊരു കാരണം മടിയാണെന്നും പറയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ക്ലാസ് ഇടാതിരുന്നത്. നിങ്ങളുടെ കമൻ്റൊക്കെ കാണാറുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ കമന്റ് തന്നെയാണ് ക്ലാസ് ഇടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് തന്നെ, അല്ലേ? ഞാൻ പല മെസ്സേജസും കാണാറുണ്ട്. ഹിസ്റ്ററി എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. ക്ലാസ് കണ്ടതിൽ പിന്നെയാണ് ഹിസ്റ്ററിയോട് ഒരു താല്പര്യം വന്നത് എന്നൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, എങ്ങനെയാണ് നിങ്ങളിലോട്ട് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ പറഞ്ഞു തരാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നല്ല രീതിയിൽ പറ്റുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ തമാശ രൂപേണയാണെങ്കിലും ചില കമന്റുകളൊക്കെ വരാറുണ്ട്, ക്യാഷൊക്കെ കിട്ടിയതുകൊണ്ടാണോ ക്ലാസ് ഒന്നും ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ടൊന്നുമല്ല, ഇത് ശരിക്കും ഞാനൊരു ഹോബി എന്ന നിലയിലാണ് ഞാൻ ഇതിൽ ക്ലാസ് എടുത്ത് തുടങ്ങിയത്. ഇൻട്രസ്റ്റിന്റെ പുറത്ത് ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഇത് സംഭവം. ഓക്കെ, അല്ലാതെ കാശ് മോണിറ്ററി ഇതില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും എൻ്റെ ഒരു 90% എൻ്റെ ഇൻട്രസ്റ്റ് പുറത്താണ് ഞാൻ ഇതിൽ ക്ലാസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കാശ് പ്രതീക്ഷിച്ചിട്ടല്ല. ആഡ് വന്നതുകൊണ്ട് നമുക്ക് ക്യാഷ് ഒന്നും കിട്ടില്ല. ജസ്റ്റ് എനിക്ക് യൂട്യൂബിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതില് പിന്നെ നമ്മളിവിടെ ഒരു ലൈഫ് സ്റ്റൈൽ ടൈപ്പ് ക്ലാസ് ഒന്നുമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ടൈപ്പ് വ്ളോഗിങ് ഒന്നുമല്ല. നമ്മളിവിടെ ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസാണ്. നമ്മളിവിടെ വ്യൂവർഷിപ്പ് വളരെ കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഏണിങ്സ് ഒന്നും ആയിട്ടില്ല. അപ്പം അതുകൊണ്ടൊന്നുമല്ല ഞാൻ നിർത്തിയത്, അതുകൊണ്ടല്ല. ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ, മടിയുണ്ട് ഒരു കാര്യം, പിന്നെ എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം നന്ദിയുണ്ട്. അത് ഇനിയും തുടരുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, നമ്മളുടെ ക്ലാസ് ഞാൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതാണ്. എന്തായാലും നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഈ പറയുന്ന എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇതിലെടുത്ത് തീരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറേ നാളായിട്ട് നമുക്ക് മെസ്സേജസ് വരുന്നൊരു ചാപ്റ്ററാണ്. 9ാം ക്ലാസ് ഹിസ്റ്ററിയിലെ നാസിസം ആൻഡ് റൈസ് ഓഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, നമ്മളെല്ലാവരും ഈ പറയുന്ന നാസിസത്തെ പറ്റിയും അതേപോലെ തന്നെ ഹിറ്റ്ലറിനെ പറ്റിയും കേട്ടിട്ടുള്ള വ്യക്തികളായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളൊരു ഇൻട്രോ ക്ലാസ് ആണ്. ഇതിന്റെ ആ ഒരു ഇൻട്രോഡക്ടറി ചാപ്റ്റർ അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ റൈസിന് മുമ്പത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് തുടങ്ങാം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഈ ഒരു ചാപ്റ്ററിന്റെ മൊത്തം ഒരു ഗ്ലിംസ് ആണ് നമുക്ക് ഈ ഒരു തുടക്കത്തെ സെക്ഷനിൽ നമുക്ക് നൽകുന്നത്. അപ്പോൾ തുടക്കം തന്നെ ഒരു കഥയുമായിട്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ കഥയിലൂടെ ഒന്ന് സഞ്ചരിച്ചു പോകാം, അല്ലേ? ജർമ്മൻ ബോയ് ആയിട്ടുള്ള ഹെൽമുത്തിന്റെ കഥയാണ് പറയുന്നത്. ഹെൽമുത്തിന്റെ അച്ഛനും അമ്മയും എന്തോ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത് അവൻ കേൾക്കുകയാണ്. എന്തിനെ പറ്റിയാ പറയുന്നത്? നമ്മൾ മൊത്തമായിട്ട് ആത്മഹത്യ ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ മാത്രം ആത്മഹത്യ ചെയ്താൽ മതിയോ എന്നുള്ള കാര്യം. എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ പറയുന്നു? ഏതെങ്കിലും അലീസ് നമ്മളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചെയ്തത് അവർ നമ്മളോട് തിരിച്ചു ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അലീസ് എന്താണെന്നൊന്നും ഹെൽമുത്തിന് അറിയുന്നില്ല. നമുക്ക് അലീസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നീട് പിറ്റേ ദിവസം അവര് ജീവിതത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ ഒരു പിക്നിക് അറ്റൻഡ് ചെയ്യുകയും അത് വളരെയധികം സന്തോഷപൂർവ്വം ഹെൽമുത്ത് അറ്റൻഡ് ചെയ്ത് തിരിച്ചെത്തി പിന്നീട് കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സ്വന്തം അച്ഛനെയാണ്. ഓക്കെ, അച്ഛൻ ആത്മഹത്യ ചെയ്യുകയാണ്. ഷോർട്ട് ഡെഡ് ആണ്. പുള്ളിക്കാരൻ സ്വയം വെടിവെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ പറഞ്ഞ അവരോട് ചെയ്ത ദ്രോഹങ്ങൾ തന്റെ കുടുംബത്തിനും എത്തുമോ എന്നുള്ള ഒരു ഭയമാണ്. അപ്പൊ ആരോട് ചെയ്ത ദ്രോഹം, എന്താണ് അവിടെ സംഭവിച്ചത് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ തുടർന്ന് ഹെൽമുത്തിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവിടെ സംഭവം നടന്നു എന്ന് വെച്ചാൽ, ഒരു 9 വർഷത്തോളം ഹെൽമുത്ത് സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വരെ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം സ്വന്തം അമ്മ തന്നെ പോയിസൺ ചെയ്ത് കൊല്ലുമോ എന്നുള്ള ഒരു ഭയമാണ്. കാരണം ആത്മഹത്യ ചെയ്യണോ എന്നുള്ള ആ ഒരു കാര്യം, കുടുംബത്തോട് ആത്മഹത്യ ചെയ്യണമോ എന്നുള്ള ആ ഒരു ടോക്ക് ഹെൽമുത്ത് കേട്ടതാണ്. ഓക്കെ, അപ്പോൾ ഹെൽമുത്ത് ഒരു ജർമ്മൻ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ജർമ്മനിയിലെ ഒരു ഉന്നത കുലജാതനാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്യുവർ റേസിൽപ്പെട്ടതാണെന്ന് പറയുന്നവരാണ് നമ്മുടെ ഹെൽമുത്തും അവരുടെ ഫാമിലി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരെ മുന്നോട്ട് നയിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഒരു വലിയ ശക്തിയാക്കി മാറ്റുക, അങ്ങനെ യൂറോപ്പ് മൊത്തം പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് വന്ന വ്യക്തിയാണ് നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. ഇവരല്ലാത്ത ജർമ്മൻ പ്യുവർ റേസിൽ പെടാത്തവരെ മൊത്തം കൊല്ലുക, അവരൊന്നും നമുക്ക് ആവശ്യമില്ലാത്തവരാണ്, അല്ലെങ്കിൽ അവരൊന്നും നല്ല രീതിയിൽ പുരോഗതി കൊണ്ടുവരാൻ പറ്റാത്തവരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെയുള്ളവരെ എല്ലാം നിഷ്കരണം വധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ തന്നെയായിരിക്കും നമ്മൾ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കേട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് ആരായിരുന്നു ഹെൽമുത്തിന്റെ ഫാമിലി എന്ന് നമുക്കൊരു ഐഡിയ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു.
ഇനി അദ്ദേഹത്തിന്റെ ഫാദർ ഒരു നാസി സപ്പോർട്ടറായിരുന്നു. നാസി എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിയാണ്. ഈ പറഞ്ഞ പ്യുവർ ജർമ്മൻ റേസിനെ മുന്നോട്ട് നയിക്കുക, അതിന് തടസ്സം നിൽക്കുന്ന മറ്റുള്ള എല്ലാ വിഭാഗത്തെയും, അതിൽ പ്രധാനികളാണ് ജൂതവംശത്തിലെ ജ്യൂസ് എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ക്രിപ്പിൾഡ് ആയിട്ടും ഡിസേബിൾഡ് ആയിട്ടുള്ള ജർമ്മൻ വിഭാഗത്തിൽപ്പെട്ടവർ, മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, ഇവരൊക്കെ എന്ത് ചെയ്യാം, അതിന് തടസ്സമായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ജർമ്മനിയിൽ അങ്ങനെയുള്ളവർ വേണ്ട എന്നുള്ള ഇതിൽ അവരെയൊക്കെ കൊല്ലുവാനാണ് ഈ പറഞ്ഞ നാസി സപ്പോർട്ടേഴ്സ് ചെയ്തിരുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു, നാസി സപ്പോർട്ടർ ആയിരുന്നു നമ്മളുടെ ഹെൽമുത്തിന്റെ അച്ഛൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അലീസ് എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഹിറ്റ്ലറിന്റെ റൈസിലോട്ട് വരുന്ന കാര്യങ്ങളെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്യേണ്ടത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇങ്ങനെ ടെക്സ്റ്റിൽ ഇല്ല ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണം. ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1914 തുടങ്ങിയിട്ട് 1919 വരെയുള്ള കാലഘട്ടമാണ്. ഓക്കെ, ശരിക്കും ഇതൊരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നമ്മളുടെ യൂറോപ്പിൽ തുടങ്ങിയതിന് ശേഷം, യൂറോപ്പില് ആദ്യം ഇംഗ്ലണ്ടിലെ ഫാക്ടറീസ് ഒക്കെ ചറവറ വരുന്നു, പിന്നീട് യൂറോപ്പിന്റെ പല ഭാഗത്തും ഇതേപോലെ തന്നെ ഫാക്ടറീസ് ഒക്കെ വളർന്നു വരികയാണ്. സ്വന്തം രാജ്യത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഉൽപാദനം അവരുടെ രാജ്യത്ത് നടക്കുന്നു. ഇപ്പൊ എന്ത് വേണ്ടി വരും? ഇതൊക്കെ ഇവർക്ക് വിറ്റ് തീർക്കണം, എന്നാലാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ തേടി അവർ പോകാൻ തുടങ്ങി മാർക്കറ്റുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് അവരുടെ കമ്പോളങ്ങളായി മാറി. പിന്നീട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? വിറ്റഴിച്ച കമ്പോളങ്ങളെ സ്വന്തം കോളനികളാക്കി മാറ്റാൻ തുടങ്ങി. കാരണം അവിടെ ചീപ്പായിട്ട് ലേബർ കിട്ടും, ഈ പറഞ്ഞ റോ മെറ്റീരിയൽസ് അവിടെ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ അവർ നോക്കിയപ്പോൾ അവിടെ തന്നെ ഉൽപ്പാദിച്ച് അവിടെ തന്നെ വിൽക്കുന്നതാണ് അവർക്ക് കുറച്ചുകൂടി ലാഭകരം. അങ്ങനെ അവർ കോളനികളെ സൃഷ്ടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം എന്തായി മാറാൻ തുടങ്ങി? സാമ്രാജ്യത്വ ശക്തികളായിട്ട് മാറാൻ തുടങ്ങി. ഇംഗ്ലീഷിൽ നമ്മൾ അവരെ ഇമ്പീരിയലിസ്റ്റിക് കൺട്രീസ് എന്ന് പറയും. നമ്മളെ ബ്രിട്ടനെ പോലെയുള്ള രാജ്യങ്ങൾ, അവരുടെ കീഴിലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? കോളനികൾ എന്നറിയപ്പെടും. അങ്ങനെ ഈ കോളനികൾക്ക് വേണ്ടി പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി? യൂറോപ്പിലുള്ള രാജ്യങ്ങൾ തമ്മിൽ തല്ലിലായി. അങ്ങനെയുള്ള തല്ലാണ് ഈ പറഞ്ഞ ഒന്നാം ലോക മഹായുദ്ധത്തിലോട്ട് നമുക്ക് നയിച്ചതെന്ന് പറയാം. കറക്റ്റ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാൽക്കൻ പ്രദേശം എന്ന് പറയുന്ന ഒരു സംഭവം തൊട്ട്, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശരിക്കും ഒരു ഫയർ പൗഡർ കൊടുത്തിട്ടുള്ള ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അതിന് മുമ്പ് ഇഷ്ടംപോലെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ലാസ്റ്റത്തെ ആ ഒരു തിരി കത്തിക്കുന്ന പരിപാടി നടന്നത് ഈ ഒരു ബാൽക്കൻ പ്രദേശത്തെ ഒരു ഇൻസിഡന്റ് ആണ്. ബാൽക്കൻ പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ആഡ് ചെയ്യാൻ മറന്നുപോയി. നിങ്ങളുടെ മാപ്പിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മെഡിറ്ററേനിയൻ കടലിനും ഈജിയൻ കടലിനും ഇടയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ബാൽക്കൻ റീജിയൻ എന്ന് പറയുന്നത്. അവിടെ ബാൽക്കൻ സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യം ഉണ്ടായിരുന്നു. മോണ്ടനീഗ്രോ, നമ്മുടെ ഗ്രീസ്, ബൾഗേറിയ, സെർബിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടീംസ് ആണ്. അവരെന്ത് ചെയ്തു? അവിടെ ഒട്ടോമൻ തുർക്കികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവരുടെ കീഴിലായിരുന്നു. അത് ഇവർ പിടിച്ചെടുക്കുകയും പിന്നീട് അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഈ വാർ പ്രോഫിറ്റ് വീതിച്ചെടുക്കുന്നതിൽ തന്നെ അവർ തമ്മിൽ. അങ്ങനെ സെർബിയക്ക് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സപ്പോർട്ട് കൊടുക്കുകയും അതേപോലെ തന്നെ ഓസ്ട്രിയക്ക് നമ്മളുടെ ഈ പറയുന്ന ജർമ്മൻ സപ്പോർട്ട് കൊടുക്കുകയൊക്കെയാണ് ഉണ്ടായത്. അങ്ങനെ ഈ ബാൽക്കൻ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കാനായിട്ട്. പക്ഷെ എന്ത് ചെയ്തു? അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ സെർബിയൻ യുവാവായിട്ടുള്ള ഗാവ്ലോ പ്രിൻസപ്പ് എന്ന് പറയുന്ന വ്യക്തി നമ്മളുടെ ഓസ്ട്രിയൻ കിരീടധാരിയായിട്ടുള്ള പ്രിൻസ് ഫെർഡിനാൻഡ് എന്ന് പറയുന്ന വ്യക്തിയെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ആ ഒരു സംഭവത്തെ തുടർന്നാണ് സെർബിയാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഓസ്ട്രിയ യുദ്ധം പ്രഖ്യാപിക്കുന്നു. പിന്നീട് അവരെ സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളെല്ലാം കൂടി എന്തിലോട്ട് വരുന്നു? യുദ്ധത്തിലോട്ട് കടന്നു വരികയാണ് ചെയ്യുന്നത്. ഇതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലോട്ട് വഴിതെളിച്ച സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ യൂറോപ്പിലെ രാജ്യങ്ങളും പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഈ പറഞ്ഞ ഒന്നാം ലോക മഹായുദ്ധത്തിലോട്ട് വഴിതെളിച്ച സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഈ യുദ്ധത്തിന് ശേഷം പെട്ടെന്ന് യുദ്ധവും ജയിച്ച് യുദ്ധത്തിലെ പ്രോഫിറ്റ് എല്ലാവർക്കും വീതിച്ചൊക്കെ എടുക്കാന്നുള്ള പ്ലാനിലാണ് ഇവര് വന്നത്. പക്ഷെ യുദ്ധം നീണ്ടുപോവുകയും അത് യൂറോപ്പിനെ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് തള്ളിയിടുകയൊക്കെയാണ് ഉണ്ടായത്. ഓക്കെ, അതിൽ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ 2 സെക്ഷനുകളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഒന്നാമത്താണ് നമ്മളുടെ ട്രിപ്പിൾ എൻറ്ററ്റെ എന്നറിയപ്പെടും കേട്ടോ. ട്രിപ്പിൾ എൻറ്ററ്റെ ജസ്റ്റ് പറയാം, ഇതൊന്നും ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ്. ജസ്റ്റ് നിങ്ങളുടെ അറിവിനെ ഒന്ന് എന്ത് ചെയ്യാനായിട്ട്, അറിവിന്റെ ദാഹം ഒന്ന് ശമിപ്പിക്കാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് ട്രിപ്പിൾ എൻറ്റിറ്റിയും ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്നത് കേട്ടോ. ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്നത്, ട്രിപ്പിൾ എൻറ്റിറ്റിയെ നമ്മൾ ത്രികക്ഷി സൗഹാർദ്ദം എന്നും ഇതിനെ ട്രിപ്പിൾ അലയൻസിനെ ത്രികക്ഷി സഖ്യം എന്നും നമ്മൾ പറയും. ഓക്കെ, ഇവിടെ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ നമ്മളുടെ ബ്രിട്ടൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്,
പിന്നെ അതേപോലെ തന്നെ ഉണ്ടായിരുന്ന രാജ്യമാണ് നമ്മളുടെ റഷ്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അതേപോലെ തന്നെ ട്രിപ്പിൾ അലയൻസിലാണ് ഉണ്ടായിരുന്ന ആൾക്കാരാണ് ത്രികക്ഷി സഖ്യത്തിൽ നമ്മളുടെ ജർമ്മനി, ഇറ്റലി, അതുപോലെ ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യം. ഇത്രയും രാജ്യങ്ങളാണ് ട്രിപ്പിൾ അലയൻസിൽ. ഇതാണ് മെയിൻ രാജ്യങ്ങൾ. കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ട്രിപ്പിൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ ആണ് ഉണ്ടായിരുന്നത്. ട്രിപ്പിൾ അലയൻസിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ത്രികക്ഷി സഖ്യത്തിലാണെങ്കിൽ ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ ആയിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഇതിൽ കോമഡി എന്ന് പറഞ്ഞാൽ യുദ്ധം തീരാറായപ്പോഴും ഇതിൽ അവസാനം അമേരിക്ക ഈ പറയുന്ന ത്രികക്ഷി സൗഹാർദ്ദം അല്ലെങ്കിൽ ട്രിപ്പിൾ അലയൻസിന്റെ കൂടെ ലാസ്റ്റ് ചേരുകയും യുദ്ധത്തിൽ ആര് തൂക്കിയാണ് ഉണ്ടായത്? ട്രിപ്പിൾ അലയൻസ് തൂക്കിയാണ് ഉണ്ടായത്. അപ്പോൾ അതിലെ ഫുൾ കുറ്റം ആരുടെ നെഞ്ചത്താണ് ലാസ്റ്റ് വന്നത്? ജർമ്മനിയുടെ നെഞ്ചത്താണ് വന്നത്. അല്ലെങ്കിൽ യുദ്ധത്തിൽ തോറ്റതിന്റെ എല്ലാ കാര്യവും ഈ ജർമ്മനിയുടെ തലയിൽ വന്നു. ജർമ്മനി ഭയങ്കര അധികം എന്താണ് നമ്മുടെ കടക്കണിയിൽ പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇറ്റലി അവസാന നേരത്ത് ഈ പറയുന്ന ഇതിൽ നിന്ന് ചേരി മാറി ഇപ്പുറത്തെ ട്രിപ്പിൾ എൻറ്റിറ്റിയിൽ ചേരുകയാണ് ഉണ്ടായത്. ഓക്കെ ആണല്ലോ. ഇതാണ് ജസ്റ്റ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. 2 സെക്ഷൻ ഉണ്ടായിരുന്നു, ട്രിപ്പിൾ എൻറ്റിറ്റി എന്നും ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്നത്. ട്രിപ്പിൾ എൻറ്റിറ്റിയിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യയാണ് മെയിൻ ആൾക്കാർ. ട്രിപ്പിൾ അലയൻസിലാണെങ്കിൽ ത്രികക്ഷി സഖ്യത്തിലാണെങ്കിൽ ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ ആയിരുന്നു. ജർമ്മനിക്കാണ് നമ്മളുടെ വാർഗിൽറ്റ് യുദ്ധം തീർന്നപ്പോൾ ജർമ്മനിയാണ് എല്ലാത്തിനും ഉത്തരവാദി എന്നുള്ള സ്കീമിലോട്ടാണ് കൊണ്ട് നിർത്തിയത്. അപ്പൊ ഈ പറയുന്ന കാരണം ഹിറ്റ്ലറിന്റെ റൈസിലോട്ട് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് നമ്മൾ വഴിയെ ഡിസ്കസ് ചെയ്യും. ഇനി നമ്മുടെ ആ തുടക്കത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യം, പിന്നീട് ഹിറ്റ്ലർ 2ാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം 39 to 44-45 കാലഘട്ടമാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ജർമ്മനി എന്ത് ചെയ്തു? നമ്മളുടെ അലീസ് 2ാം ലോക മഹായുദ്ധത്തിലെ ടൈമിലുള്ളതാണ് നമ്മളുടെ അലീഡ് പവേഴ്സും അതേപോലെ തന്നെ ആക്സിസ് പവേഴ്സും. ഓക്കെ, അതായത് സഖ്യശക്തികളും അതേപോലെ തന്നെ അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുന്നു. അതില് അലീസിൽ പെടുന്ന ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്. ബ്രിട്ടനും ഫ്രാൻസ് ഉണ്ട്, പിന്നെ അമേരിക്ക ഉണ്ട്, ചൈനയുണ്ട്, റഷ്യ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുണ്ട്. അവിടെ അച്ചുതണ്ട് ശക്തികൾ അല്ലെങ്കിൽ ആക്സിസ് പവേഴ്സിൽ പിന്നെ ആരൊക്കെ തന്നെ ഉള്ളത്? നമ്മുടെ ജർമ്മനി ഉണ്ട്, പിന്നെ പുതിയൊരു ടീം അവിടെ കയറി വന്നാൽ നമ്മുടെ ജപ്പാനാണ് കേട്ടോ. ജപ്പാൻ ഉണ്ട്, പിന്നെ ഉള്ളതാണ് നമ്മുടെ ഇറ്റലി എന്ന് പറയുന്നത്. ഇറ്റലി നേരത്തെ ഉണ്ടായി, ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഇത് 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ജർമ്മനിയുടെ സഖ്യത്തിന് അറിയപ്പെട്ടിരുന്നതാണ് ആക്സിസ് പവേഴ്സ് അല്ലെങ്കിൽ അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെടും. അലീസ് എന്നറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ആരൊക്കെ ഉണ്ട്? ബ്രിട്ടൻ ഉണ്ട്, പിന്നീട് ഫ്രാൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ അമേരിക്ക. ഓക്കെ, അമേരിക്ക ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 2ാം ലോക മഹായുദ്ധത്തിലെ ആ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ ഹിറ്റ്ലറിന്റെ അദ്ദേഹത്തിന്റെ പ്രൊപ്പഗൻഡ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മെയിൻ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കാൻ സഹായിച്ചിരുന്ന മിനിസ്റ്ററാണ് മിസ്റ്റർ ഗോബൽസ് എന്നറിയപ്പെടുന്ന വ്യക്തി കേട്ടോ. ഗോബൽസ് എന്നറിയപ്പെടുന്ന ആള്. ഇനി അദ്ദേഹം ലാസ്റ്റ് സൂയിസൈഡ് ചെയ്ത് എന്ന് കരുതപ്പെടുന്നത് ബെർലിൻ ബങ്കർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ യുദ്ധത്തിന് ശേഷം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്റർനാഷണൽ മിലിറ്ററി ട്രിബ്യൂണൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം കേട്ടോ ഇന്റർനാഷണൽ മിലിറ്ററി ട്രിബ്യൂണൽ കൂടുകയും ന്യൂറംബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ നാസി ടീമുകളെ വിചാരണ ചെയ്യുകയാണ് ചെയ്തത്. അതിൽ എല്ലാവരെയും ഇവര് ശിക്ഷിച്ച പോലെ തന്നെ ആരും അങ്ങനെ ശിക്ഷിച്ചില്ല. പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളെ മാത്രമാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. ബാക്കിയുള്ളവരെ ഒന്നും അധികം ഇവര് മറ്റുള്ളവരോട് ചെയ്ത ക്രൂരതയൊന്നും ഇവരോട് ചെയ്തിരുന്നില്ല എന്നാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ തുടക്കത്തിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇനി നമ്മൾ ജീനോസൈഡൽ വാർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇവിടെ ഇട്ടുപോയിട്ടുണ്ട്. ഒന്നുമില്ല, അതായത് ഒരു വിഭാഗത്തിലെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ വലിയ തോതിൽ കൊല്ലുന്നതിനെയാണ് നമ്മൾ ജീനോസൈഡൽ വാർ എന്നറിയപ്പെടുന്നത്. മാസ് മർഡർ ഓഫ് സെലക്ടഡ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ എന്ത് ചെയ്യും? മാസ് രീതിയിൽ കൊല്ലുന്നതിനാണ് ജീനോസൈഡൽ വാർ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഇതെടുത്ത് പറയേണ്ടത് ഏകദേശം ഒരു 6 മില്യൺ ജൂതന്മാരെ, ഏകദേശം ഒരു 2 ലക്ഷത്തോളം ജിപ്സികൾ, ഒരു ട്രൈബ്സ് ആണ്, അവിടെ ഉള്ള ഒരു ട്രൈബൽ വിഭാഗമാണ് ജിപ്സീസ് എന്നറിയപ്പെടുന്നത്. പിന്നെ പോളിഷ് വ്യക്തികൾ, അതേപോലെ തന്നെ ജർമ്മനിയിൽ തന്നെയുള്ള മെന്റലി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെന്റലിയും ഫിസിക്കലിയും ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾ, ഇവരെയും അതേപോലെ പൊളിറ്റിക്കൽ ഒപ്പോണൻസിനെയൊക്കെ നാസികൾ കൊന്നുമായിരുന്നു. ഇവര് മറ്റുള്ളവര് മുമ്പുണ്ടായിരുന്ന പോലെ തൂക്കിക്കൊല്ലുന്ന രീതിയല്ല, വെറൈറ്റി രീതിയിലൂടെയാണ് ആൾക്കാരെ കൊല്ലാനായിട്ട് ഇവർ ഉപയോഗിച്ചിരുന്നത്. അതിന് ഒന്നാമത്തെ ഒരു ടെക്നിക്ക് എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ഗ്യാസിങ് എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. ഗ്യാസ് ചെയ്ത ആളെ കൊല്ലുക തുടങ്ങിയ ടെക്നിക്സ് ഒക്കെ എന്ന് പറയും. ഇനി അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മളുടെ ഓഷ്വിറ്റ്സ് എന്നറിയപ്പെടുന്നത്. അതായത് ഗ്യാസ് ചേമ്പേഴ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഓഷ്വിറ്റ്സ്. ഓക്കെ, ഇനി അടുത്തത് ന്യൂറംബർഗ് ട്രൈബ്യൂണൽ പ്രധാനപ്പെട്ട നാസി ലീഡേഴ്സിന് വധശിക്ഷ കൊടുക്കുകയുണ്ടായിരുന്നു. അതേപോലെ ഇംപ്രിസൺ ഫോർ ലൈഫ്. ഇനി കാരണം 1ാം ലോക മഹായുദ്ധത്തിൽ ഈ പറഞ്ഞ പോലെ നാസികൾ തോറ്റു, അല്ലെ നാസികളല്ല, അന്ന് നാസീസ് ഇല്ല, ജർമ്മനി തോറ്റു കഴിഞ്ഞപ്പോൾ അവരോട് ഹാർഷായിട്ടുള്ള കുറച്ച് തീരുമാനങ്ങൾ എടുത്തു. അത് നമ്മൾ അടുത്തതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും.
അപ്പൊ അതേപോലെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അവരോട് നമ്മൾ ചെയ്യരുത് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ മെയിൻ ലീഡേഴ്സിന് മാത്രമാണ് വധശിക്ഷ കൊടുത്തത്. ബാക്കിയുള്ളവർക്ക് ലൈഫ് ഇംപ്രിസൺമെന്റും അതൊക്കെയാണ് കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതാണ് നമ്മളുടെ ഹിറ്റ്ലർ എന്ന് പറയുന്നത്. നമ്മുടെ ചാർലി ചാപ്ലിന്റെ മീശ പോലത്തേക്ക് മീശ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതാണ് നമ്മളുടെ ഹിറ്റ്ലർ. അദ്ദേഹത്തിന്റെ ഇതാണ് ഗോബൽസ് എന്ന് പറയുന്ന പ്രൊപ്പഗൻഡ മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് നമുക്ക് പറയാവുന്നത്. ജസ്റ്റ് നീണ്ടുപോയെങ്കിൽ കൺസെപ്റ്റ് ചെയ്യാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിലോട്ട് വരുമ്പോൾ എന്താണ് സംഭവം എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കുറച്ച് കാരണങ്ങൾ, ആ കാരണങ്ങളാണ് നമ്മൾ തൊട്ടടുത്ത് ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ കാരണങ്ങൾ ആരുടെ വളർച്ചയ്ക്ക് സഹായകമായി? ഹിറ്റ്ലറിന്റെ വളർച്ചയ്ക്ക് കാരണമായി. അങ്ങനെ ഹിറ്റ്ലർ ഏകദേശം 1933 ജർമ്മനിയുടെ ചാൻസലർ പദവിയിലോട്ട് എത്തുകയും അദ്ദേഹം പിന്നീട് അവിടുത്തെ ഒരു വലിയൊരു പാർട്ടി, നാസി പാർട്ടി എന്നുള്ള ഇതിലോട്ട് എത്തുകയും ജർമ്മനിയുടെ കൺട്രോൾ ടോട്ടലായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ പറയുന്ന മറ്റു വിഭാഗക്കാരെ ജീനസോയിഡൽ വാർ നടത്തുന്നു. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിലോട്ട് എത്തുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു? ജർമ്മനി തോക്കുന്ന ടൈം ആയപ്പോൾ കൂടി പുള്ളി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് നടന്ന ന്യൂറംബർഗ് ട്രൈബ്യൂണലില് മെയിൻ നാസി പ്രവർത്തകർക്ക് വധശിക്ഷ വയ്ക്കുന്നു. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യുന്നു? ലൈഫ് ഇംപ്രിസൺമെന്റും കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് നമ്മൾ നീങ്ങുകയാണ്. അതിനു മുമ്പ് ജസ്റ്റ് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിലെ ജർമ്മൻ എംപയർ എന്ന് പറയുന്ന ഭാഗമാണ് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കാം. തൊട്ടുപുറം ഫ്രാൻസ് ഉണ്ട്. ആ രാജ്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പുറം ഇന്നത്തെ പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് യൂറോപ്പിലെ ജർമ്മനിയുടെ സ്പേസ് ആണ്. നിങ്ങൾ ഈ പഠിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്താ ചെയ്യുക, മാപ്പൊക്കെ നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്താണ് നമ്മളോട് ബർത്ത് ഓഫ് വീമർ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഭാഗം. നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഏകദേശം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമ്മൾക്ക് വീമർ റിപ്പബ്ലിക്, ദ ബർത്ത് ഓഫ് വീമർ റിപ്പബ്ലിക് എന്ന് പറയുന്ന സെക്ഷനെ പറ്റി നോക്കാം. ഓക്കെ, നമ്മൾ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അത് ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് പക്കയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെയാണ് ത്രികക്ഷി സഖ്യവും അതേപോലെ ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മുടെ ടെക്സ്റ്റിൽ അലീസ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇതേ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്നൊരു വിക്ടറി നേടിയെടുക്കാം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈസ്റ്റ് രാജ്യവും എന്ത് ചെയ്ത് യുദ്ധത്തിലോട്ട് വന്ന് അതിൽ ജർമ്മനിക്ക് തുടക്കത്തിൽ നേട്ടമുണ്ടാക്കാൻ പറ്റിയെങ്കിലും അലീസിൽ നമ്മുടെ US 1917 കടന്നു വന്നതോടുകൂടി ജർമ്മനി ഡിഫീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ ജർമ്മനി ഡിഫീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? നമ്മളുടെ രാജാവിന് ത്രോൺ നഷ്ടപ്പെട്ടു. അതുവരെ അവിടെ ഒരു മൊണാർക്കി ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് രാജാവിന് ഒഴിഞ്ഞു മാറേണ്ടി വന്നു. അപ്പൊ അവിടെ എന്തിന്റെ ഒരു സാധ്യത തെളിഞ്ഞു വന്നു? നമ്മുടെ ജനാധിപത്യ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു പാർലമെന്ററി പാർട്ടി ഫോം ചെയ്യുകയും അതേപോലെയുള്ള ഒരു അവസരം അവിടെ തുടർന്നു വരികയാണ് ഉണ്ടായത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരുടെ നാഷണൽ അസംബ്ലി അവിടെ വീമർ എന്ന് പറയുന്ന സ്ഥലത്ത് ഫോം ചെയ്യാനുണ്ടായത്. എന്തിനു വേണ്ടിയിട്ടാ? ഒരു ജനാധിപത്യ രീതിയിലുള്ള ഭരണഘടന തയ്യാറാക്കുന്നതിന്. എന്നിട്ട് നമ്മുടെ ഇന്ത്യയിലെ പോലുള്ള ഒരു ഫെഡറൽ സ്ട്രക്ചർ, കേന്ദ്രവും സംസ്ഥാനങ്ങൾക്കും പവർ വീതിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ഫെഡറൽ സ്ട്രക്ചർ എന്ന രീതിയിലുള്ള ഒരു ജനാധിപത്യ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി അതേപോലെ തന്നെ ഈ പറയുന്ന ജർമ്മൻ പാർലമെന്റിന്റെ പേരാണ് റീച്ച്ടാഗ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ജർമ്മൻ പാർലമെന്റിന്റെ പേരാണ് റീച്ച്ടാഗ്. അതിലോട്ട് എല്ലാ അഡൽസിനും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശം കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അതാണ് യൂണിവേഴ്സൽ വോട്ട് ഫോർ ഓൾ അഡൽസ് ഇൻക്ലൂഡിംഗ് വുമൺ. നമ്മൾ പല സ്ഥലത്തും സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് വോട്ടവകാശം ഉണ്ടായിരുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു വീമർ ആ സ്ഥലത്ത് കൂടിയിട്ടുള്ള ഭരണഘടന തയ്യാറാക്കുകയും ഭരണഘടന ആ രീതിയിലുള്ളൊരു ജനാധിപത്യ രീതിയിലുള്ളൊരു ഇലക്ഷൻ അവിടെ നടത്താമെന്നും അവിടെ സ്ത്രീകൾക്ക് എന്ത് കൊടുക്കാമെന്നും പ്രാതിനിധ്യം, വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കാമെന്നുള്ള ഒരു സെറ്റപ്പിലോട്ട് എത്തുകയുണ്ടായി. ഓക്കെ, പക്ഷേ പീപ്പിളിൽ നിന്നും ഇവർക്ക് കിട്ടിയിരുന്ന സപ്പോർട്ട് വളരെ ലെസ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ടേംസ് ജർമ്മനി ഫോഴ്സ്ഡ് ടു അക്സെപ്റ്റ് ആഫ്റ്റർ ഡിഫീറ്റ് ഇൻ ഫസ്റ്റ് വേൾഡ് വാർ. അതാണ് നോട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി തോറ്റു. അതിനുശേഷം രാജാവിന് സ്ഥാനം ഒഴിയേണ്ടതായിട്ട് വന്നു. അവിടെ വീമർ എന്ന് പറയുന്ന സ്ഥലത്ത് പാർലമെന്റിലോട്ട് ജനാധിപത്യ രീതിയിൽ ഒരു ഇലക്ഷൻ നടത്താമെന്നും എന്നുള്ള തീരുമാനമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു വീമർ റിപ്പബ്ലിക് എന്ന പേരിൽ അവിടെ ഒരു സംഭവം ഫോം ചെയ്യുകയുണ്ടായി. പക്ഷേ ആ ടൈമിൽ അവർ കുറച്ചധികം കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. തോറ്റിരിക്കുന്ന ജർമ്മനി വിജയിച്ച രാജ്യങ്ങളുടെ മുമ്പിൽ കുറച്ച് കണ്ടീഷൻസിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ അതിന്റെ ആ ഒപ്പിട്ട് കൊടുക്കുന്നതിന് കാരണമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ഈ വീമർ റിപ്പബ്ലിക്കിന്റെ തലയിലാണ് വന്നത്. ഓട്ടോമാറ്റിക്കലി അവരാണ് ഭരണത്തിലിരിക്കുന്നത്. സോ അവർ നടത്തുന്ന തീരുമാനങ്ങൾ അത് ആ രാജ്യത്തിന് മൊത്തം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ് പീസ് ട്രീറ്റി അറ്റ് വേഴ്സൈൽസ്. ഓക്കെ, വേഴ്സൈൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സമാധാന കരാർ ഒപ്പിട്ടു. അലൈസുമായിട്ട്. അതിലെ തീരുമാനങ്ങൾ പലതും ഹാർഷാണ്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിക്ക് ഉണ്ടായിരുന്ന പുറത്തുള്ള കോളനികൾ മിക്കതും നഷ്ടപ്പെട്ടു.
ഒരു 1/10 പോപ്പുലേഷൻ ഇല്ലാതായി. 13% ഓഫ് ടെറിട്ടറി, അവരുടെ 13% ടെറിട്ടറിയോളം മറ്റ് രാജ്യങ്ങൾ കീഴ്പ്പെടുത്തിയെടുത്തു. അതേപോലെ അവരുടെ അയൺ റിസോഴ്സസ്, അതേപോലെ കൽക്കരി നിക്ഷേപങ്ങൾ, ഇതെല്ലാം ഫ്രാൻസ്, പോളണ്ട്, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങൾ എടുക്കുകയുണ്ടായി. അതേപോലെ ജർമ്മനിയെ ഡീമിലിറ്ററിലൈസ് ചെയ്തു. അതായത് പിന്നീട് ഒരു പ്രക്ഷോഭം ഉണ്ടാവാതിരിക്കാൻ, അതിനെ തടയുന്നതിന് വേണ്ടി അവിടെ എന്ത് ചെയ്തു? ഡീമിലിറ്ററി, അതായത് മിലിറ്ററി ഇല്ലാത്തൊരവസ്ഥയിലോട്ട് എത്തിച്ചു. അങ്ങനെയുള്ളതിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തി. ഓക്കെ, ദിസ് വാർ ഗിൽറ്റ് ക്ലോസ് ജർമ്മനി മേഡ് റെസ്പോൺസിബിൾ ഫോർ, അതായത് വാറിന് കാരണക്കാരൻ ജർമ്മനി ആണെന്നുള്ള അതിന്റെ ബേസിസിലുള്ള ഒരു ക്ലോസ് ആണ് വാർ ഗിൽറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അതിനെ ജർമ്മനിനെയാണ് എന്തായിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് വെച്ചത്, യുദ്ധത്തിനും അതുമായി അസോസിയേറ്റ് ചെയ്ത ഡാമേജ്. സോ അതിന് വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ ജർമ്മനി പ്രൊവൈഡ് ചെയ്യണം. ഇത്ര നോക്കിയേ, 6 ബില്യൺ പൗണ്ട് ആണ് കേട്ടോ, അത് കൊടുക്കണം എന്നുള്ള സീൻ വന്നു. അതേപോലെ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള റൈൻലാൻഡ് എന്ന് പറയുന്ന സ്ഥലം 1920 വരെ ഇവര് പിടിച്ചടക്കി ജയിച്ചലീസ്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ ജർമ്മൻസിന് എന്തുള്ള ഒരു വ്യൂ വരാൻ തുടങ്ങി. പുതിയതായിട്ട് വന്ന ഈ വീമർ റിപ്പബ്ലിക് ആണ് എന്തിന് കാരണം? നമ്മളുടെ തോൽവിക്ക് ശേഷമുള്ള ഈ ഒരു അപമാനിതമായ ഒരു സിറ്റുവേഷന് കാരണം ഈ പറയുന്ന വീമർ റിപ്പബ്ലിക് ആണ് എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് എത്തി. ഓക്കെ, അപ്പൊ ഇൻട്രോ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ ഹിറ്റ്ലറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. തുടക്കത്തിൽ നമ്മൾ അതിനു വേണ്ടി കഥ മനസ്സിലാവാൻ ഒന്നാം ലോക മഹായുദ്ധത്തെ പറ്റി പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നതിനെ പറ്റി പറഞ്ഞു. അതിൽ തോറ്റ രാജ്യങ്ങളിൽ പ്രധാനമായിരുന്നു ജർമ്മനി എന്ന് പറഞ്ഞു. തോറ്റതിന് ശേഷം രാജാവിന് സ്ഥാനം ഒഴിയേണ്ടതായിട്ട് വന്നു. അവിടെ പുതിയതായിട്ട് വന്നതാണ് ഒരു പാർലമെന്ററി ഫോമിലുള്ള ഒരു കണ്ടീഷൻ. അത് വീമർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഫോം ചെയ്തത്. അതുകൊണ്ടായി നമ്മൾ വീമർ റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നു. അങ്ങനെ ഫോം ചെയ്ത രാജ്യത്തിന് ജയിച്ച രാജ്യങ്ങളുടെ മുമ്പിൽ കുറച്ച് തീരുമാനങ്ങളിൽ സമ്മതിക്കേണ്ടതായിട്ട് വന്നു. അതാണ് വാർ ഗിൽറ്റ് ക്ലോസ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അതിന്റെ ഭാഗമായിട്ട് ഇവരുടെ റിസോഴ്സസിൽ പെടുന്ന റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള റൈൻലാൻഡ്, ഇവരുടെ അയേൺ കോൾ നിക്ഷേപങ്ങൾ, ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ടെറിട്ടറീസ്, ഇവരുടെ പോപ്പുലേഷൻ കുറച്ച് മരിച്ചുപോയി. അതേപോലെ തന്നെ ഇവർക്ക് ഫൈനും കൂടി ചുമത്തപ്പെടുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നപ്പോൾ കൂടുതലുള്ള ജർമ്മൻകാരും എന്ത് ചെയ്തു? പുതിയതായിട്ട് ഫോം ചെയ്ത ഈ പറഞ്ഞിട്ടുള്ള വീമർ റിപ്പബ്ലിക്കിന് എതിരാവാനായിട്ട് തുടങ്ങി. ഇതാണ് ഈ ഒരു സ്ഥലത്ത് നമുക്ക് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എഫക്ട്സ് ഓഫ് വാറിനെ പറ്റി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ യുദ്ധം കൊണ്ടുണ്ടായിട്ടുള്ള എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം, യൂറോപ്പ് അത്യാവശ്യം കിടിലനായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. നല്ലധികം റിച്ച് ആയിട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തിൽ നിന്ന് ഈ പറയുന്ന ജർമ്മനിയുടെ അവസ്ഥയും നമുക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ ടോട്ടലി അവരെന്തായി മാറി? കടബാധ്യതയുള്ള സ്ഥലങ്ങളായിട്ട് മാറി, അല്ലെങ്കിൽ ജർമ്മനിയൊക്കെ വളരെയധികം കടത്തിൽ മാറി എന്ന് നമുക്ക് മാറാൻ പറ്റും. അതാണ് കണ്ടന്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ടു കോണ്ടിനെന്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ടു ഡെപ്റ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ശരിക്കും വീമർ റിപ്പബ്ലിക്കിനെ നമ്മൾ നേരത്തെ പറഞ്ഞു. വീമർ റിപ്പബ്ലിക് നീഡ് ടു പേ ദ സിൻസ് ഓഫ് ഓൾഡ് എംപയർ. മുമ്പുണ്ടായിരുന്ന ആ ഓട്ടോക്രാറ്റിക് എംപയർ, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഈ പറയുന്ന കുറ്റങ്ങളൊക്കെ അവസാനം ഏറ്റെടുക്കേണ്ടി വന്ന ഒരു ടീമായിട്ട് ആര് മാറി? വീമർ റിപ്പബ്ലിക് മാറി. അവരെ വാർ ഗിൽട്ടും നാഷണൽ ഹ്യൂമിലിയേഷൻ, മറ്റുള്ളവരുടെ എല്ലാ കുറ്റങ്ങളും, അല്ലെങ്കിൽ അവരുടെ പേരിലാണ് ഈ വാർ ഗിൽട്ട് ഒക്കെ മൊത്തത്തിൽ വന്നത്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ എന്ത് വന്നു? നമ്മളുടെ ജർമ്മനി ഫിനാൻഷ്യലിയും ക്രിപ്പിൾഡ് ആണ്. കാരണം ഈ പറഞ്ഞ പോലെ അവരുടെ റിസോഴ്സസ് പലതും മറ്റുള്ള രാജ്യങ്ങൾ കീഴടക്കി. അങ്ങനെയുള്ള സിറ്റുവേഷനാണ്. ഈ സോഷ്യലിസ്റ്റ്, കാത്തലിക്സ്, അതേപോലെ ഡെമോക്രാറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള വീമർ റിപ്പബ്ലിക്കിനെ സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നാഷണലിസ്റ്റ്, അല്ലെങ്കിൽ നമ്മളുടെ ആ രാജ്യത്തിലെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ പറഞ്ഞ മെജോറിറ്റി സോ കോൾഡ് ജർമൻസ്, ഇവരെ എതിർത്തുകൊണ്ടിരുന്ന വീമർ റിപ്പബ്ലിക് ആണ് ഇതിന് കാരണം എന്ന് പറയുന്ന ടീംസ്, അവരാണ് കൺസർവേറ്റീവ്സ് ആയിട്ടുള്ളത്. അവരുടെ എല്ലാവരുടെയും അവരെന്തിൻ്റെതായിട്ട് മാറി? സോഷ്യലിസ്റ്റും കാത്തലിക്സും ഡെമോക്രാറ്റ്സും എല്ലാം ഈ കൺസർവേറ്റീവ്സിന്റെ ഈസി ടാർഗറ്റ് ഓഫ് അറ്റാക്ക് ആയിട്ട് മാറി. ഇനി ഇവരെ മോക്കിങ്ങിൽ കളിയാക്കി സോഷ്യലിസ്റ്റ്, കാത്തലിക്സ്, ഡെമോക്രാറ്റ്സിനെല്ലാം വിളിച്ചിരുന്നതാണ് എന്ത്? നവംബർ ക്രിമിനൽസ് എന്ന് പറയുന്നത്. കാരണം ഈ നവംബറിൽ 1990 ഈ പറഞ്ഞിട്ടുള്ള വാർകോസ് ഗിൽട്ട് ആയി ബന്ധപ്പെട്ടിട്ടുള്ള വേഴ്സൽ ട്രീറ്റിംഗ് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് അവരെ നവംബർ ക്രിമിനൽസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ജർമ്മനിനെ മെയിൻ കൺസിഡറേഷനിലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ റിച്ച് ആയിട്ട് കൊണ്ടിരുന്ന ഒരു സ്ഥലം പെട്ടെന്ന് എന്തായി മാറി? അവര് കടബാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് മാറി. ഫിനാൻഷ്യലി അവരുടെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും അവർ ക്രിപ്പിൾഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് മാറി. അങ്ങനെ ആ ഒരു മുമ്പത്തെ മൊണാർക്കിയിൽ നിന്ന് അവിടെ ഭരണത്തിലോട്ട് വന്നത് ആരാണ്? വീമർ റിപ്പബ്ലിക് ആണ്. പിന്നീട് വന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, മുമ്പത്തവരാണ് കുറച്ചും കൂടിയും കാരണക്കാരെങ്കിലും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം വീമർ റിപ്പബ്ലിക് ആണ്. അവർ ഒപ്പുവെച്ചിട്ടുള്ള വാർ ഗിൽറ്റ് ക്ലോസ് ആണ് എന്ന് ആ ഭാഗത്ത് രാജ്യത്തെ കൺസർവേറ്റീവുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ആരോപിക്കാൻ തുടങ്ങി. അവരെ കളിയാക്കിക്കൊണ്ട് നവംബർ ക്രിമിനൽസ് എന്ന് വിശേഷിപ്പിക്കുവാനും തുടങ്ങി. ഓക്കെ, ഇനി ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ സോൾജിയേഴ്സ് പ്ലേസ്ഡ് അബോവ് സിവിലിയൻസ്. ഓക്കെ, ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ശരിക്കും സോൾജിയേഴ്സിന്
പ്രത്യേക ഒരു പരിഗണന കിട്ടാനായിട്ട് തുടങ്ങി. സാധാരണ സിവിലിയൻസിനേക്കാളും കൂടുതൽ പ്രത്യേകത സോൾജിയേഴ്സിന് കിട്ടാനായിട്ട് തുടങ്ങി. നമുക്കാണെങ്കിലും നമ്മുടെ രാജ്യത്താണെങ്കിൽ നമ്മൾ റെസ്പെക്ട് ആർക്കുണ്ട്, സോൾജിയേഴ്സിനുണ്ട്. നമ്മുടെ രാജ്യം കാത്തുരക്ഷിക്കുന്നവരാണ്. അപ്പോൾ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എന്താണ്, അന്ന് ഇന്നത്തെ പോലെയല്ല, കുറച്ചും കൂടി യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ രാജ്യത്തിന് വേണ്ടി പോരാടിയവർ. അപ്പോൾ സോൾജിയേഴ്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കിട്ടാൻ തുടങ്ങി. രാഷ്ട്രീയക്കാരായാലും പത്രമാധ്യമങ്ങളായാലും അവരെ പുകഴ്ത്തിക്കൊണ്ടുള്ള ന്യൂസുകളാണ് എപ്പോഴും വരുന്നത്. സെൻട്രൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന സോൾജിയേഴ്സിനെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ യുവാക്കളിലോട്ട് അവരുടെ ആ ഒരു ചോര തിളപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. കാരണം മെൻ എന്ന് പറയുന്നത് അഗ്രസീവ് ആയിട്ടുള്ളവരായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, മസ്കുലൈൻ ആയിരിക്കണം, പട്ടാളത്തിൽ ചേരേണ്ടവനായിരിക്കണം, രാജ്യത്തിന് വേണ്ടി പോരാടുകയും ചെയ്യേണ്ടവനായിരിക്കണം. അതാണ് ഗ്ലോറിഫൈഡ് ട്രെഞ്ച് ലൈഫ്. പട്ടാളത്തിൽ ട്രെഞ്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മുടെ കെട്ടങ്ങ്, യുദ്ധമൊക്കെ ചെയ്യുന്ന കെട്ടങ്ങാണ്. ആ ഒരു ലൈഫിനെ അവർ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുകയാണ്. ശരിക്കും സോൾജിയേഴ്സിന് ഈ പറയുന്ന പോരാടുന്നവരാണെന്ന് പറയെങ്കിൽ അവരുടെ ലൈഫ് വളരെ മിസറബിൾ ആയിരുന്നു. അവർക്ക് വളരെയധികം പ്രശ്നങ്ങളാണ് യുദ്ധത്തിലടക്കം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, അതാണ് അഗ്രസീവ് വാർ പ്രൊപ്പഗൻഡ ആൻഡ് നാഷണൽ ഹോണർ. രാജ്യത്തിനോടുള്ള അമിതമായ ഒരു ദേശഭക്തി, അതായത് എക്സസീവ് നാഷണലിസം, അതേപോലെ തന്നെ അഗ്രസീവ് വാർ പ്രൊപ്പഗൻഡ, ഇതായിരുന്നു ഒരു സെൻട്രൽ സ്റ്റേജിൽ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് അവിടെ. നമുക്ക് പട്ടാളത്തിൽ ചേരണം, മറ്റുള്ളവരെ കില്ല് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തണം, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് അവിടെ ജനങ്ങളുടെ ഇടയിലോട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവിടെ മുന്നിൽ നിന്നിരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്തിനുള്ള ഒരു സപ്പോർട്ട് വരാൻ തുടങ്ങി. പോപ്പുലാരിറ്റി ഫോർ കൺസർവേറ്റീവ് ഡിക്റ്റേറ്റർഷിപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏകാധിപത്യം, അതായത് കൺസർവേറ്റീവ്, അവരുടെ രാജ്യമാണ് ബെസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കൺസെപ്റ്റിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ഏകാധിപത്യം വളർന്നു വരുന്നതിനുള്ള എല്ലാ ഒരു സന്ദർഭം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ആ ഒരു ടൈമിൽ ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ യങ് ആയിട്ടുള്ളതും മറ്റുള്ളിടത്തൊന്നും അങ്ങനെ എത്ര പെട്ടെന്ന് എത്തിയിട്ടില്ല. അതേപോലെ പെട്ടെന്ന് ഒടിഞ്ഞു പോകാവുന്ന രീതിയിലുള്ള ഒരു ഐഡിയ ആയിരുന്നു ഡെമോക്രസി എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ശരിക്കും ആർക്കുള്ള വളർച്ചയ്ക്ക് ഇപ്പോൾ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഏകാധിപതിക്ക് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും നമ്മളുടെ ആ ഏകാധിപതി? നമ്മുടെ ഹിറ്റ്ലർ ആയിരിക്കും. ഓക്കെ, ഇനി പൊളിറ്റിക്കൽ റാഡിക്കലിസം ആൻഡ് എക്കണോമിക് റൈസ്, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കവും രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളും പറ്റിയിട്ടാണ് കേട്ടോ. അപ്രൈസിങ് ഓഫ് പാർട്ടിസിസ്റ്റ് ലീഗ് കേട്ടോ. അതായത് നമ്മൾ റഷ്യൻ റവല്യൂഷനെ പറ്റി മുമ്പ് പറഞ്ഞപ്പോൾ അവിടെ ബോൾഷെവിക്കുകളെ പറ്റി, മെൻഷെവിക്കുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ അവിടെ ബോൾഷെവിക്കിന്റെ മാതൃകയിൽ വർക്കേഴ്സിന്റെ യൂണിയനാണ് അവിടെ നമുക്ക് സോവിയറ്റ് എന്ന് പറയും. ഇവിടെ ഈ ജർമ്മനിയിൽ ഫോം ചെയ്തിട്ടുള്ള വർക്കേഴ്സിന്റെ ആ ഒരു ഗ്രൂപ്പാണ് സ്പാർട്ടിസിസ്റ്റ് ലീഗ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത് സോവിയറ്റ് ഓഫ് വർക്കേഴ്സ് ആണ്, സീലേഴ്സ് എന്നുള്ള ആ ഒരു ലീഗാണ് ശരിക്കും സ്പാർട്ടിസിസ്റ്റ് ലീഗ് എന്ന് അറിയപ്പെടുന്നത്. ബെർലിൻ ഡിമാൻഡ് ഫോർ സോവിയറ്റ്, അപ്പോൾ റഷ്യയിൽ ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു USSRലെ പോലെ ഒരു സോവിയറ്റ് സ്റ്റൈലിലെ ഗവേണൻസ് ഇവിടെ വേണമെന്ന് ഈ പറഞ്ഞ സ്പാർട്ടിസിസ്റ്റ് ലീഗ് മുന്നോട്ട് വെച്ചു. പക്ഷേ ഈ വിമർ റിപ്പബ്ലിക്കിന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള സോഷ്യലിസ്റ്റും ഡെമോക്രാറ്റ്സും കാത്തലിക്സും എന്ത് ചെയ്തു? ഇതിനെ ശക്തമായിട്ട് എതിർത്തു. അങ്ങനെ അവർ വിമറിൽ ഒത്തുകൂടുകയും എന്ത് ചെയ്തു? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഫോം ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഇവരെ അടിച്ചമർത്താൻ വെറ്ററൻ കോപ്സ്, അതായത് നമ്മുടെ യുദ്ധത്തിൽ നിന്ന് വിരമിച്ച കുറച്ച് പട്ടാളക്കാരുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്തു? വിമർ റിപ്പബ്ലിക് ഈ ഫ്രീ ക്രോപ്സ് എന്ന് പറയുന്ന ആൾക്കാരുടെ സഹായത്തോടു കൂടിയിട്ട് വിമർ റിപ്പബ്ലിക് ഈ പറഞ്ഞ സ്പാർട്ടിസിസ്റ്റ് ലീഗിന്റെ അപ്രൈസിങ് എന്ത് ചെയ്തു? അടിച്ചമർത്തി. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് സോവിയറ്റ് സ്റ്റൈലിലൊരു ഭരണമാണ് മുന്നോട്ട് വെച്ചത് കേട്ടോ. അങ്ങനെ പിന്നീട് സ്പാർട്ടിസിസ്റ്റ് ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ജർമ്മനി ആയിട്ട് പിന്നീട് മാറുകയാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിസ്റ്റും സോഷ്യലിസ്റ്റുകളും എന്തായിരുന്നു? ഒരിക്കലും കൂടിച്ചേരാത്ത ശത്രുക്കളായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഇതും ഹിറ്റ്ലറിന്റെ വളർച്ചയ്ക്ക് എന്തായിരുന്നു പറയുന്നത്? സപ്പോർട്ടിങ് ആയി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഇവരെ തമ്മിലുള്ള പിന്നെയുള്ള പൊളിറ്റിക്കൽ വ്യത്യാസങ്ങൾ 1923 സാമ്പത്തിക പ്രതിസന്ധി കൂടി വന്നപ്പോൾ കുറച്ചും കൂടി ശക്തമായി എന്നാണ് പറയുന്നത്. ശരിക്കും കമ്മ്യൂണിസ്റ്റും സോഷ്യലിസ്റ്റും നമ്മൾ കോമൺ ആയി കേൾക്കുന്ന ഒരു സംഭവങ്ങളാണ്. ശരിക്കും ഇവര് ഒരേ ചേരിയിലെ ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റും സോഷ്യലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വർക്കേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നു. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് കമ്മ്യൂണിസ്റ്റും സോഷ്യലിസ്റ്റുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് അവിടെ അവരുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്നും പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് നമ്മളുടെ ഈ പറയുന്ന ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. ഇനി ജർമ്മനി യുദ്ധം പലതും നടത്തിയത് ലോണിൽ ആയിരുന്നു. അപ്പോൾ യുദ്ധത്തിന്റെ ഈ പറയുന്ന ലോണെല്ലാം അവർക്ക് ഗോൾഡിലായിട്ടാണ് തിരിച്ചടക്കേണ്ടി വന്നത്. ഇവരുടെ പലതും ജയിച്ച രാജ്യങ്ങൾ കീഴ്പ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ പയ്യെ ഗോൾഡ് ഇവരുടെ റിസർവ് തീരാറായി തുടങ്ങിയിരുന്നു. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എന്ത് ചെയ്തു? ജർമ്മനി റെഫ്യൂസ്ഡ് ടു പേ ഈ പറഞ്ഞ ലോൺ കൊടുക്കാനായിട്ട് എന്ത് ചെയ്തു? ലോൺ കൊടുക്കാനായിട്ട് വിസമ്മതിച്ചു. കാരണം അവിടെ ഇല്ല. അങ്ങനെ അവരുടെ റൂർ എന്ന് പറയുന്ന കോൾറിച്ച് ആയിട്ടുള്ള സ്ഥലം ഫ്രഞ്ച് ഓക്യുപ്പൈ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ ആ സ്ഥലം നമ്മളുടെ ഫ്രാൻസ് കീഴടക്കുകയാണ് ഉണ്ടായത്. ഇനി അടുത്ത കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിനെ ശക്തമായിട്ട് എന്ത് ചെയ്തു?
ജർമ്മനി എന്നിട്ടും എന്ത് ചെയ്തു, പേപ്പർ കറൻസി കൂടുതൽ അടിച്ചിറക്കാനായിട്ട് തുടങ്ങി റെക്ലസ്ലി. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യാൻ തുടങ്ങി, കൂടുതൽ മണി സർക്കുലേഷനിലോട്ട് എത്തുകയും ജർമ്മൻ മാർക്ക്, നമ്മുടെ റുപ്പി എന്ന് പറയുന്ന പോലെ അവരുടെ ഇതാണ് മാർക്ക് എന്ന് പറയുന്നത്, അതിന്റെ മൂല്യം ഇടുകയും ചെയ്തു. ഇതിനെ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തിക്കാനായി. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇൻഫ്ലേഷൻ നമ്മുടെ നാട്ടിൽ, നിങ്ങൾ പത്രമൊക്കെ നോർമലി കേൾക്കുമ്പോൾ, പണപ്പെരുപ്പം നമ്മൾ മലയാളത്തിൽ പറയും. അതായത് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു, പണത്തിന്റെ അളവ് കൂടുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾക്ക് വില കൂടുതലായിരിക്കും. സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് 100 രൂപയ്ക്ക് ഒരു കിലോ ഓറഞ്ച് വാങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഒരു ഇൻഫ്ലേഷൻ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 100 രൂപയ്ക്ക് 1/2 കിലോ ഓറഞ്ച് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. പൈസയുടെ വാല്യൂ കുറഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ല, 100 അപ്പോഴും 100 രൂപ തന്നെ ആയിട്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് പറയാം, പർച്ചേസിങ് പവർ നമ്മുടെ കുറഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അപ്പൊ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പാൻഡ് എന്നാണ് വാക്കിന്റെ അർത്ഥം തന്നെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ പൈസയുടെ സപ്ലൈ കൂടുക, പക്ഷെ എന്നാൽ എന്താണ്, അതിന് വാങ്ങാൻ പറ്റുന്ന ക്വാണ്ടിറ്റി കുറയുക, പർച്ചേസിങ് പവർ എന്ത് ചെയ്യുക, മണിയുടെ കുറയുക. ഇതിനാണ് ഇൻഫ്ലേഷൻ. അതിന്റെ വലിയൊരു അവസ്ഥയാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത്, മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. നിങ്ങൾ എക്കണോമിക്സ് ഒക്കെ എടുത്ത് പിന്നെ പോകുന്നവർക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ജസ്റ്റ് നമ്മളൊരു സാധാരണ വ്യക്തി എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം, മാർക്കറ്റിൽ പൈസയുടെ സപ്ലൈ കൂടുന്നു, പക്ഷെ അതുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുടെ എണ്ണം കുറയുന്നു എന്ന് പറയുന്നത്. ഹൈപ്പർ ഇൻഫ്ലേഷൻ അതിന്റെ കൂടിയ സ്റ്റേറ്റ് ആണ്. ഇതിൽ പറയുന്നുണ്ട് ബ്രെഡ് വാങ്ങാനായിട്ട് മറ്റേ ട്രോളിയിലൊക്കെ പൈസ ഇവര് ജർമ്മന്മാർക്ക് കൊണ്ടുപോയിട്ടുള്ള കഥ വരെ ഇതിൽ നമ്മൾ പറയുന്നുണ്ട്. അത്രത്തോളം മൂല്യം ഇട്ടിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലോട്ട് നമ്മളിവിടെ എത്തി എന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷനിൽ അമേരിക്ക ഇടപെടുകയും ഡോസ് പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ അവിടെ കൊണ്ടുവരികയും എന്ത് ചെയ്തു, ഇവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ സഹായങ്ങളൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചു. അത് പ്രകാരം എന്ത് ചെയ്തു, അവരുടെ ഫിനാൻഷ്യൽ ബേർഡൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഡിപ്രഷന്റെ കാലഘട്ടത്തിലുള്ളത് അമേരിക്ക ഇപ്പൊ ഇവരെ സഹായിക്കുന്ന സിറ്റുവേഷൻ വരെ എത്തി. ഇനി ജർമ്മനി ഗോട്ട് ലാർജ് സ്കെയിൽ സപ്പോർട്ട് ഫ്രം അമേരിക്ക, ഷോർട്ട് ടൈം ലോൺസിന്റെ ഫോമിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡോസ് പ്ലാൻ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള. ഇനി വാൾ സ്ട്രീറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാകും, അമേരിക്കയുടെ ഈ പറഞ്ഞ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് വാൾ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്നത്. അവിടെ എക്സ്ചേഞ്ച് എന്ത് ചെയ്തു, ക്രാഷ് ചെയ്തു 1929. ഇത് ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ലോകത്തിലുണ്ടായ നമുക്ക് സാമ്പത്തിക മാന്ദ്യങ്ങളിൽ എടുത്തു പറയാവുന്ന ഒരു സംഭവമാണ് 1929 എന്ന് പറയുന്നത്. ഇതൊരു ഡിപ്രഷന്റെ തുടക്കമായിരുന്നു. ഇതെന്ത് ചെയ്തു, എല്ലായിടത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ബാധിച്ചിട്ടുണ്ട്. 29 to 32 അമേരിക്കയുടെ നാഷണൽ ഇൻകം ഡിക്രീസ് ആയി, ഫാക്ടറീസ് കുറഞ്ഞു, എക്സ്പോർട്ട് ഫെൽ ചെയ്തു, ഫാമേഴ്സിനെ വലിയ രീതിയിൽ ബാധിച്ചു. ഇത് എവിടെ കൂടുതൽ ബാധിച്ചു, റെസഷൻ ഇൻ US എക്കണോമി ഫിൽഡ് വേൾഡ് വൈഡ്. എസ്പെഷ്യലി ആരെ ബാധിച്ചാണ്, നമ്മുടെ ജർമ്മനിയെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. കാരണം എന്താ, ഇവർക്ക് ഈ ഷോർട്ട് ടേം ലോണും അതേപോലെ പൈസയും സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്. ഓക്കെ, അങ്ങനെ 1932 ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 40% ഓഫ് 1929 1929 വെച്ച് 40% മാറി. വർക്കേഴ്സിന് ജോബ് ഇല്ലാതായി. അതേപോലെ തന്നെ ലോ പെയ്ഡ് വേജസും അൺഎംപ്ലോയ്മെന്റ് 6 മില്യണിലോട്ടൊക്കെ ഉയർന്നു. അതുകൊണ്ട് തന്നെ യുവാക്കൾ പലരും എന്താ ക്രിമിനൽ ആക്ടിവിറ്റീസിലോട്ടൊക്കെ മാറാനായിട്ട് തുടങ്ങി. മിഡിൽ ക്ലാസ് ടീംസും അതേപോലെ സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒക്കെ അവരുടെ സേവിങ്സ് ഒക്കെ വെച്ചത് പയ്യെ ഡിമിനിഷ് ചെയ്യാനായിട്ട് തുടങ്ങി. അവരെ ഒരു പ്രോലിറ്റേറിയൻ ക്ലാസിന്റെ ലെവലിലോട്ട് പോകുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. പ്രോലിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ്. കാരണം അവർ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു വർക്കിംഗ് ക്ലാസിന്റെ ലെവലിലോട്ട് എത്തുമോ എന്നുള്ളൊരു പേടി അവരിൽ ജനിക്കാൻ തുടങ്ങി. അതാണ് ഇവിടെ ഫിയർ ഓഫ് പ്രൊലിറ്റേറിയനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് ഉണ്ടായ ഈ വീമർ റിപ്പബ്ലിക് പക്ഷെ എന്തായിരുന്നു, ഒരു ഫ്രജൈൽ ആയിട്ടായിരുന്നു. അവർക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി. നോക്കി, ഒന്നാമത്താണ് പ്രൊപ്പോർഷണൽ റിപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഒരു പാർട്ടിക്കും അവിടെ മേജർ ആയിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുമിച്ച് കൊളീഷനാണ്, അതായത് കൂട്ടുമന്ത്രിസഭയാണ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടുത്തെ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48 എന്ന് പറയുന്നത്. അത് ഈ പ്രസിഡന്റിന് എമർജൻസി ഇമ്പോസ് ചെയ്യാനും അതേപോലെ ജനങ്ങളുടെ സിവിൽ റൈറ്റുകൾ സസ്പെൻഡ് ചെയ്യാനും ഇഷ്ടംപോലെ ഭരിക്കാനുമുള്ള ഒരു അധികാരമായിരുന്നു ഈ 48 എന്ന് പറയുന്നത്. അത് അനിയന്ത്രിതമായി പുള്ളി പ്രയോഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ 239 ദിവസത്തിന്റെ ടൈമിനുള്ളിൽ 20 ഡിഫറെന്റ് ക്യാബിനറ്റുകൾ അവിടെ ഫോം ചെയ്തു. അപ്പൊ ഈ പുതിയതായിട്ട് വന്ന ഈ പറയുന്ന വീമർ റിപ്പബ്ലിക്കിൽ ജനങ്ങൾക്ക് പയ്യെ എന്ത് ചെയ്യാൻ തുടങ്ങി, വിശ്വാസം ഉള്ളവർക്ക് തന്നെ ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയിലോട്ട് എത്തി. നമ്മൾ പറഞ്ഞു ഈ നടന്ന സംഭവങ്ങളെല്ലാം ഒരു ഏകാധിപതി വന്നിരുന്നെങ്കിൽ ഇവർക്കെല്ലാം തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന നമുക്കൊരു ശക്തനായ നേതാവിനെയാണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്നവർക്ക് എന്താണ് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ളതായിരുന്നു ഈ പറഞ്ഞ വീമർ റിപ്പബ്ലിക്കിന്റെ പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഫൈനലി എന്തിലോട്ട് വഴിതെളിച്ചത്. 1933 നമ്മളുടെ ഈ പറയുന്ന ഹിറ്റ്ലറിനെ എങ്ങോട്ട് അവരുടെ നിയമനിർമ്മാണ സ്ഥലമായ അല്ലെങ്കിൽ റിസ്റ്റാഗിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ചാൻസലർഷിപ്പിലോട്ട് എത്തിച്ചത്. പിന്നീട് അങ്ങാട് ഒരു നമ്മുടെ ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാനിടയായിട്ടുള്ള സംഭവങ്ങളിലേക്കാണ് വഴിതെളിക്കുന്നത്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ, റൈസ് ഓഫ് ഹിറ്റ്ലറിനെ പറ്റിയിട്ട്. അപ്പൊ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഇതിന്റെ ഇൻട്രോ എന്ന് പറയുന്നത്. കാര്യങ്ങൾ
മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോയിന്റ് ഇത്രയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിന്റുകൾ എഴുതിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു ക്ലാസ്സുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്